തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് VS സുനിൽകുമാറിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന സ്ക്രൂട്ടിനി യോഗത്തിലും വോട്ടർ പട്ടികയിൽ അപാകത ചൂണ്ടിക്കാട്ടിയിട്ടില്ല. സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ പരാതി ഉന്നയിച്ചിട്ടുമില്ല. പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. സെയ്ഫ് സൈനുലാബ്ദീൻ. സെയ്ഫ്, എന്താണ് കമ്മീഷന്റെ വിശദീകരണം? രാഹുൽ ഗാന്ധി ഒരു വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്, അല്ലെങ്കിൽ വലിയൊരു വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അത് കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP ജയിച്ച മണ്ഡലത്തിലും അത് ഉണ്ടായിട്ടുണ്ടെന്നാണ് തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ആരോപണമായി ഇന്ന് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി പറഞ്ഞ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്നാൽ ആ വാദങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ ഗേൽക്കർ തന്നെ തള്ളിക്കളയുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള പരാതിയും ഉയർന്നു വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു, ഒബ്സർവർമാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ ഈ പരാതി ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹൈക്കോടതിയെ സുനിൽകുമാർ സമീപിക്കേണ്ടതായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. ഈ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും വസ്തുതാപരമല്ല എന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി സൈഫ്.